ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ 8-9 വർഷം കൂടി ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലോട്ട് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ കല്യാണത്തിൻ്റെ സമയമായപ്പോഴത്തേക്കും എൻ്റെ വീട് സ്ഥലമൊക്കെ വിറ്റിട്ട് ഞങ്ങളിവിടുന്ന് പോയായിരുന്നു. എങ്കിലും ഇവിടെ കുറച്ച് നമ്മുടെ കുടുംബം പോലെ കഴിയുന്ന കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതവിടുത്തെ അപ്പൂമാമനാണ്. പിന്നെ ഇവിടെ കുറേ ആടും പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് ശാന്താമ്മ, ഈ വീട്ടിലെ ആളാണ് കേട്ടോ. അപ്പം എൻ്റെ മോനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 9 വർഷം കൂടിയാണ് ഇവിടെ വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി കേട്ടോ. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞുങ്ങളെ. വീട്ടിലെ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതുങ്ങളൊക്കെ നാടും. അതുകൊണ്ട് തന്നെ അവൻ എടുക്കാറില്ല കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വന്ന ഉടനെ അവൻ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി കേട്ടോ. പിന്നെ ആണെങ്കിൽ കുഞ്ഞുവാവ കരഞ്ഞപ്പോഴത്തേക്കും അനിയൻ കൊണ്ട് നടക്കുകയാണ് കേട്ടോ കുറേ നേരം. പിന്നെ ആ ബൈക്കിലിരിക്കുന്ന ഇവിടുത്തെ കൊച്ചിൻ്റെ കൂട്ടുകാരാണ്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അകത്തോട്ടൊക്കെ വന്ന് കുറച്ച് നേരം അങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. ഇത് ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ. കുഞ്ഞൊരടുക്കളയാണ്. ഞാനിവിടുത്തെ ഹോം ടൂറൊക്കെ എടുക്കണം എന്നൊക്കെ ഓർത്തയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് സമയം പോയാണ് വന്നത് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേഗം പോയ ആൾ മുടിയൊക്കെ ചീവുകയാണ്. ബോറായിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പോയി മുടിയൊക്കെ ചീവി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാവേനെ കൊണ്ടുപോയി കട്ടിലേക്ക് കിടത്തിയേക്കുവാണ്. കുറച്ച് നേരം അവിടെ കിടക്കട്ടേലോ എന്ന് ഓർത്ത് ഫാനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതെനിക്ക് ചാന്തു തന്ന വളയാണ് കേട്ടോ. അപ്പം ഞാൻ ചാന്തു എന്നാണ് കേട്ടോ, ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ചെറുപ്പം വരെ വിളിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ചാന്തുവിൻ്റെ അനിയത്തിയുടെ വളയാണ് കേട്ടോ. അപ്പോൾ അനിയത്തി ഇന്നില്ല. അപ്പോൾ അനിയത്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. കുറേ വർഷം ശേഷം വന്നുകൊണ്ട് തന്നെ ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ചാന്തു തന്ന ആത്തക്കയാണ്. ഞങ്ങളവിടെയൊന്നും ഇത് കിട്ടാനില്ല കേട്ടോ. ഇതിൻ്റെ മരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ തന്നപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. പിന്നെ കുറേ വീഡിയോസ് എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു, കുറച്ച് റീൽസ് എടുത്തു. അങ്ങനെ ഒരുപാട് നേരം നിന്ന് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ ഇതേപോലെ ഫ്രണ്ട് ക്യാമറയിൽ പിടിക്കുമ്പോൾ മാത്രം എന്നെ കിട്ടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈപോഡും എടുത്തില്ല, പിള്ളേരെയൊക്കെ കൊണ്ട് പോകുന്നതുകൊണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഫോണ് അവിടെ ഒരു ജനലയിൽ ചാരി വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. ഇത് അത്രയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം ചായ കുടിച്ച് നോക്കുമായിരുന്നു. ഏതൊക്കെയോ ഗ്ലാസ്സിലെ കട്ടൻ ചായയിൽ മധുരം ഇട്ടില്ല. അപ്പോൾ ആ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ ലൊക്കേഷൻ മാറ്റി വെച്ചു. ഇവിടുന്ന് ഒരു ഇരുളിമയൊക്കെ തോന്നിയപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഫോൺ അവിടെ നിന്ന് എടുത്തിട്ട് പഞ്ചസാര ഭരണിയുടെ ആ സൈഡിലായിട്ട് കൊണ്ട് വെച്ചു കേട്ടോ. അവിടെ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരിക്കും ഓർത്ത്. പക്ഷേ എനിക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ റൂമിലേക്ക് നോക്കുന്നു. അവിടെ വാവേനെ ഞാൻ കിടത്തിയേക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് കമന്ന് പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ. കാരണം കുഞ്ഞിക്കട്ടിലാണ്, സിംഗിൾ കോട്ടിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ തലേണയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവിടെ കിടത്തിയേക്കണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. വീട്ടിലെ ഓരോ വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്പാടിയുടെ ഒരു ഹായ് തരാനായിട്ട് അമ്പാടി മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്പാടിയാണെങ്കിൽ ചാന്തുവിൻ്റെ അടുത്ത് ചെന്നു. അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചെന്നു. ഇപ്പോൾ ചാന്തു എടുത്തുകൊണ്ട് നിൽക്കുവാണ് അമ്പാടീനെ. നമുക്കിവിടെ മൊത്തം റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു തൊണ്ടി കൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം 6 വീടുകളാണ് കേട്ടോ. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്, സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ തന്നെയാണ്. എല്ലാ വീട്ടിലൊന്നും പോണില്ല. ഞാനാണെങ്കിൽ ഇവിടെ ഈ ഒരു വീട്ടിലും തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലും മാത്രം കേട്ടോ പോകുന്നുള്ളൂ. കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ടാണെങ്കിൽ ആ ചേച്ചി കണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ പോകാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് കയറുന്നുണ്ട്. പിന്നെ താഴോട്ടൊന്നും പോകുന്നില്ല. താഴെയുണ്ട് 3 വീടുകൾ. അച്ഛൻ്റെ ചേട്ടൻ്റെ വീടും ചേട്ടൻ്റെ മോൻ്റെ വീടും പിന്നെ എൻ്റെ സ്വന്തം വീട് സ്ഥലം വാങ്ങിച്ച ചേച്ചിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 4:30 ആയിട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും സമയം 5:15 ആയി. അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇനി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകണം, പിള്ളേർ വഴക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ. പിന്നെ ആണെങ്കിൽ ഈ അമ്പാടി എടുത്തുകൊണ്ട് കിടക്കുന്ന പൂച്ചയാണെങ്കിൽ ഒരു കുഞ്ഞി പൂച്ചയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ തരത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലോട്ട് വന്നു. ഇതും ഇപ്പോൾ ഞങ്ങൾ കയറിയ ചാന്തുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ 2ാമത്തെ മോളാണിത്. ഇപ്പോൾ അതിൻ്റെ മോളാണ് ഇത്. ഈ ഇളയ മോളാണ് ഇപ്പോൾ ഒന്ന് ഹായ് തന്നിട്ട് പോയത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ചേച്ചിയും
ചേച്ചിയുടെ ഹസ്ബൻഡും 2 പെൺപിള്ളേരുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ വാവേനെ എടുത്തു വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ റബ്ബർ തോട്ടമാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ. തോട്ടത്തിൻ്റെ നടുക്കാണ് 6 വീടുകൾ ഇരിക്കുന്നത്. എൻ്റെ വീട് ഉൾപ്പെടെ 6 വീടുകൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ നടുക്കാണ് കേട്ടോ. ഇതാണ് പ്രീത ചേച്ചിയുടെയൊക്കെ വീട് കേട്ടോ. ഒത്തിരി പഴയ വീടാണ് കേട്ടോ, പക്ഷെ അടിപൊളി വീടാണ്. നമ്മൾ ആ ഒരു മെമ്മറീസിലോട്ടൊക്കെ അങ്ങ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ചാണാൻ മെഴുകിയ തറയൊക്കെയുള്ള വീടുകൾ. പിന്നെ അമ്പാടി കുറേ നേരം അതിലെ നടന്നു, ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, ചിരിച്ച് വന്നു. ശാന്തുവിൻ്റെ വീട്ടിലോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ. താഴെയാണ്, അതായത് ഈ ഒരു മാടിൻ്റെ പറമ്പിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ ഈ ഒരു കാണുന്ന വീട്. എൻ്റെ സ്വന്തം വീട്. ഞാൻ 20 വർഷത്തോളം ആ വീട്ടിലായിരുന്നു. അതിന് ശേഷം കല്യാണമൊക്കെ ആയപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ദേ ഇവിടെ വന്നപ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഇരുട്ടി കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പോകും. അങ്ങനെ അമ്പാടി അപ്പുമാമിൻ്റെ അടുത്ത് കുറേ നേരമൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അകത്തേട്ട് വന്നപ്പോഴത്തേക്കും ശാന്തുവാണെങ്കിൽ കപ്പ തന്നായിരുന്നു കേട്ടോ. കൊച്ചിന് കൊടുത്തതാണ്. കൊച്ചിങ്ങനെ അരച്ച് പുഴുങ്ങി കഴിക്കത്തില്ല, അവനിങ്ങനെ കണ്ടിച്ച് പുഴുങ്ങിയ കപ്പയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അത് അനിയൻ കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാനും ഇടയ്ക്ക് കുറേശ്ശെയൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ പിന്നെ പോന്ന്. എനിക്കാണെങ്കിൽ പല്ലുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വന്ന ഉടനെ വാവേനെ കുറച്ച് നേരം ചേട്ടൻ്റെ കൊടുത്ത് കൊണ്ടുവന്ന് ഉറക്കി ചേട്ടൻ കൊണ്ട് തന്നു കേട്ടോ. ഇനി അവനെ തൊട്ടിൽ കിടത്തിയതിന് ശേഷം കുറേ നേരം ഇരിക്കണം. കാരണം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും, എനിക്ക് എവിടെയെങ്കിലും ഒരു ഇച്ചിരി നേരം ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. യാത്രാ ക്ഷീണവും പിന്നെ പല്ലുവേദനയുടെ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. പല്ലുവേദന ഒരു രക്ഷയില്ല, ഒരാളുടെ മിണ്ടാൻ പോലും പറ്റാത്ത പല്ലുവേദനയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ചേട്ടനോട് പറയുമായിരുന്നു പെട്ടെന്ന് പോയി മെഡിക്കൽ സ്റ്റോർ അടയ്ക്കുന്നതിന് മുന്നേ പോയി ഗുളിക മേടിച്ചുകൊണ്ട് ഒരു രക്ഷയില്ല, കൂടിക്കൂടി ഒരു പല്ലുവേദന. തണുപ്പിൻ്റെ ഇതുമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല മഞ്ഞാണല്ലോ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മഞ്ഞ് ഇറങ്ങുമല്ലോ. പിന്നെ ഞാനാണെങ്കിൽ ആ വള ഊരി അമ്പാടിയുടെ കൊടുത്തു കേട്ടോ. ദേ അമ്പാടി വളയെന്നും പറഞ്ഞ്. അതിനുശേഷം പിന്നെ അവർ മരുന്ന് മേടിക്കാൻ ഗുളിക മേടിക്കാൻ പോയ സമയത്ത് ഞാനെന്നെ കട്ടൻ ചായ കുടിക്കുവാണ് കേട്ടോ. ബണ്ണും ചായയും. നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്തായിട്ടാണ് മെഡിക്കൽ സ്റ്റോർ കേട്ടോ. അങ്ങനെ പോയി മേടിച്ചുകൊണ്ടൊക്കെ വന്നു. പിന്നെ അമ്പാടിക്ക് ഞാൻ ആ ബണ്ണ് കൊടുത്തപ്പോഴത്തേക്ക് അവനാണെങ്കിൽ അതൊക്കെ അവിടെ തുപ്പിയിട്ടു കേട്ടോ. പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറയുമായിരുന്നു എടുത്തുകൊണ്ട് പോകും, അവിടെ എല്ലാം തുപ്പി നാശാക്കിയിട്ടുണ്ട്, അവിടെ എല്ലാം ഉറുമ്പാകും. ക്രീം ബണ്ണായിരുന്നു. പിന്നെ ആണെങ്കിൽ ചേട്ടനോട് പറഞ്ഞു ഗുളിക കൊണ്ടുവന്ന് തന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഗുളികയും തന്നു. ഞാൻ പിന്നെ ചോറൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചില്ല കേട്ടോ. കാരണം ആ ബണ്ണ് തന്നെ ഒരു വിധമാണൊന്ന് തിന്നുന്ന, ഒരു സൈഡിൽ വെച്ചിട്ടാണ് എനിക്ക് കടിച്ച് തിന്നാവുള്ളൂ. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന് ഗുളികയൊക്കെ തന്നു. അങ്ങനെ ബണ്ണൊക്കെ കഴിച്ചിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്നെടുത്ത വീഡിയോസൊക്കെ ഒന്ന് റെഡിയാക്കി കുറേയൊക്കെ കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ വാവ ഇടയ്ക്ക് എണീറ്റപ്പോഴത്തേക്കും ഞാൻ തൊട്ടിയൊന്ന് ആട്ടിക്കൊടുത്തു കേട്ടോ. ഉറങ്ങട്ടെ എന്ന് കരുതി. അവനും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. വീട് മാറിയതിൻ്റെയൊക്കെ സ്ഥലം മാറിയതിൻ്റെയൊക്കെ കുറേ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഫുഡൊന്നും ഞാൻ വേറെ കഴിച്ചില്ല. പിന്നെ എല്ലാവരും കിടന്നു. സമയം ഒരു 11:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ അനിയനും അമ്പാടിയും ചേട്ടനും ഒക്കെ കിടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇത്രയും സമയമായി, 11:30 ആകാൻ പോവാണ് കേട്ടോ. ഞാൻ മാത്രം ഉറങ്ങിയിട്ടില്ല. കാരണം ആ കൃത്യസമയമായപ്പോഴത്തേക്കും ഞാൻ കിടക്കാറായി വന്ന സമയമായപ്പോഴത്തേക്കും കുഞ്ഞുവാവ എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങി. പിന്നെ അവനെ എടുത്ത് പാലൊക്കെ കൊടുത്ത് ഒരുവിധം അവിടെ കിടത്തി. പിന്നെ എൻ്റെ പണി ഇതാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്ന ആത്തച്ചക്കയിൽ ഒരെണ്ണം പഴുത്തതായിരുന്നു. അങ്ങനെ വലിയ പഴുപ്പില്ല, ഒരു ചെറിയ രീതിക്ക്. പക്ഷേ നമ്മളിത് കുറേ വർഷമായിട്ട് കഴിച്ചിട്ടില്ലാത്തൊരു സാധനം കേട്ടോ. ഒത്തിരി വർഷമായി. ഏകദേശം ഇത് കഴിച്ചിട്ടിപ്പം എൻ്റെ അറിവിലൊരു 10, 12, 13 വർഷത്തോളമായിട്ടോ. അപ്പോൾ ഇത്രയും വർഷം കൂടി കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാനത് അവിടെ ഇരുന്ന് കഴിക്കുവാണ്. പക്ഷേ ഒരു കയ്പ്പാണ് കേട്ടോ. കാരണം അത് നല്ല രീതിയിൽ പഴുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്ന് ചാരത്തിലിങ്ങനെ കുത്തി വെച്ചു പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം ഞെക്ക് കൊള്ളണമെന്ന് നോക്കി ഞാൻ എടുത്തതാണ് കേട്ടോ. പക്ഷേ അതിന് ഒരു കയ്പ്പായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ അതാണ് അങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അനിയനും ചേട്ടനും ഒക്കെ കൊടുത്തപ്പോഴത്തേനും കുറച്ച് അവർ കഴിച്ചു. അവർ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വന്നതല്ലേ, പിന്നെ ഇത് കിട്ടാനുമില്ല ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ അത് കളയണ്ടെന്ന് വെച്ചിട്ട് ഒരുവിധം അങ്ങനെ ഇരുന്ന് കഴിക്കുവാണ്. നാളെ എടുത്താൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ ആക്രാന്തം മൂത്തത് ഇന്ന് തന്നെ അങ്ങ് എടുത്ത് കഴിച്ചു. അങ്ങനെ പിന്നെ ഒരുവിധം അത് കഴിച്ച് തീർത്ത്. പല്ലുവേദനയും കൂടെ കാരണം കഴിക്കലും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മാറ്റി വെച്ചു. അങ്ങനെ അത് കഴിച്ചിരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പം ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ കുറച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം പിന്നെ എടുത്ത് കഴിച്ചു. അപ്പോൾ കുഞ്ഞുവാവ ഇവിടെ കിടന്ന് ഉരുണ്ട് പിടഞ്ഞ് കളിക്കുന്നുണ്ട്. ഇനി അവൻ ഉറങ്ങുമ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആവും. എപ്പോൾ നേരത്തെ കിടക്കാൻ നോക്കിയാലും വാവ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞിട്ടൊരു 10, 11 മണിയാകുമ്പോഴത്തേക്കും അവൻ ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല. ഒരു 2, 2:30 ആകാണ്ട് ഉറങ്ങത്തില്ല. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കും കേട്ടോ.
പിന്നെ ഞാൻ ആത്തച്ചക്ക അവിടെ മാറ്റി വെച്ച് കേട്ടോ മിഷ്യത്തിൻ്റെ പുറത്ത്. അതിന് ശേഷം ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എടുത്ത് കഴിച്ച്. കാരണം അത് ഇരുന്ന് കഴിഞ്ഞാൽ പോകും, എന്തെങ്കിലും പ്രാണിയോ ഇല്ലൊക്കെ ചാടും, പിന്നെ അവിടെയൊക്കെ ഉറുമ്പൊക്കെ കയറുമല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. കഴിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ കിടന്നത്. അങ്ങനെ പിന്നെ എടുത്ത് മാറ്റി പെറുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് വാവയായിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കി. എല്ലാം ഒന്ന് ഓർഡർ കൊടുക്കേണ്ടതായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സാധനം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്ത് എടുത്ത് വെച്ച് കേട്ടോ. അങ്ങനെ ഒരുവിധം കിടന്ന് പിന്നെ വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് ഒരുവിധം ഉറക്കി. ഉറക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒത്തിരി സമയം കിടന്ന് കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ടായിരുന്നു, അവൻ എന്ത് ചെയ്തിട്ട് ഉറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം അവനെ അടുത്തിട്ടുണ്ട് കണ്ണടച്ച് കുറച്ച് നേരം കിടന്ന്. ക്ഷീണം കാരണം അങ്ങനെ കിടന്നു കേട്ടോ. അവൻ ഉറങ്ങാണ്ട് എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉറങ്ങിയൊന്നുമില്ല, കാരണം ഞാൻ ഈ കണ്ണടച്ച് കിടക്കുന്ന സമയത്തൊക്കെ ആളെ ഏറ്റ് കിടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വലിയതായിട്ട് ഉറങ്ങിയൊന്നുമില്ല, ചുമ്മാ കണ്ണടച്ച് കിടക്കുകയാണ്. കാരണം അവൻ കമന്ന് പോയി കഴിഞ്ഞാലൊന്നും ഞാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം കടന്നു പോയതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ശുഭ